അങ്ങനെ ചെറിയൊരു ബ്രേക്കിന് ശേഷം ഞാൻ വീണ്ടും വന്നു. രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് തുണികളൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിങ്ങനെ നിൽക്കുക. ഇത് 1 വർഷം മുന്നേ ഞാൻ മീഷോന്ന് മേടിച്ച പ്രൊഡക്റ്റാണ്. എൻ്റെ ഡെലിവറി ടൈമിൽ മേടിച്ചതാണ്. ഇതുവരെ എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നായിരുന്നു. കാരണം ഇതിൻ്റെ കുറേ തുണികൾ ഒരുമിച്ച് കഴുകിയിടാൻ പറ്റും. ഇന്ന് നല്ല തെളിഞ്ഞ ആകാശവും വെയിലും കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു. തുണികളൊക്കെ കഴുകിയിടാൻ പറ്റിയ അന്തരീക്ഷം. അപ്പോൾ പിന്നെ അത് ചെയ്തില്ലെങ്കിൽ മോശമല്ലേ. പിന്നെ ഈ ഒരു പൂവ് എന്താണെന്നറിയോ? ഇത് അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഇങ്ങനെ രാവിലെ കുറച്ച് നേരം മുറ്റത്തൊക്കെ കറങ്ങി തിരിഞ്ഞിട്ട് ബാബുവിനോടും കുറച്ച് നേരം വർത്താനം പറഞ്ഞ് അത് ഈ ഏരിയയുടെ മൊത്തം പെറ്റാണ്. എല്ലാവരും ഫുഡ് കൊടുക്കുക അവന്, പാവാട്ടോ. പിന്നെ നേരെ കിച്ചണിൽ പോയി 2 ദോശ ഉണ്ടാക്കാനുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി. ഞാനൊരു വേപ്പിൻ തൈ വെച്ചിട്ടുണ്ടായിരുന്നു. അത് വലുതായിട്ടുണ്ടോ എന്ന് ഞാൻ എന്നും പോയി നോക്കും. അപ്പോഴത്തേക്കും നമ്മുടെ ഈതപ്പം കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. ദോശ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അനിയനാണ് ഇന്ന് ഇതിനെ കുളിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് ഇരുമ്പമ്പുളി കണ്ടപ്പോൾ അതും പൊട്ടിച്ചു. വെണ്ടക്കപ്പുളി ഉണ്ടാക്കുമ്പോൾ ഇതും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നൈസാട്ടോ ഉണ്ടാക്കി വെക്കും.